ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ലോക്കി ക്രാഫ്റ്റ് 5 ആണ് ഇപ്രാവശ്യം. കാരണം ചില ഇഷ്യൂസ് ഉണ്ടായി, ഞാൻ പറയാം. പുതിയൊരു വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ചിലപ്പോൾ ഇപ്പം നിങ്ങൾ ചോദിക്കാൻ വഴിയുണ്ട്. നിനക്ക് ഈ ചെറുക്കൻ എപ്പോഴും വേൾഡ് ക്രിയേറ്റ് ചെയ്യണ ജോലി മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അതല്ല സംഭവിച്ചത്. ഈ ഫോണ് പുതിയ ഫോണാണ്, അതായത് ഏകദേശം ഒരു പുതിയ ഫോണാണ്. ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന അതേ ഫോണാണ്, ബട്ട് ഈ ഫോണിപ്പോൾ നമുക്ക് സ്വന്തമായിരിക്കുന്നു. കൂടാതെ തന്നെ അമ്മയ്ക്ക് പുതിയൊരു ഫോണ് വാങ്ങിച്ചു. പിന്നെ കൂടാതെ ലാസ്റ്റായിട്ട് ഈ ഫോണിന് സിമ്മില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നമാണ്, ഞാൻ വീഡിയോ എടുത്തിട്ട് നേരെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. കാരണം അതിലാണ് ചാനലിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ തമ്മിലെല്ലാം ക്രിയേറ്റ് ചെയ്ത് അമ്മ ഇടും. ആണ് ഈ സംഭവം. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ എന്താണ് സംഭവം എന്ന്, മനസ്സിലായല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, നമുക്ക് എത്രയും വേഗം തന്നെ ഒരു വില്ലേജ് ചെയ്യണം. കഴിഞ്ഞൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോ ഞാൻ ഇട്ടില്ലെന്ന് തോന്നുന്നു. വേൾഡ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി ഒരു റൂയിൻഡ് ബോട്ടിൽ കണ്ടുപിടിച്ച് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് എനിക്ക് ഡിബ്രി കിട്ടി. സത്യമായിട്ട് കിട്ടിയേ. അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാൻ പറ്റൂല. സത്യമായിട്ട് അതിൻ്റെ സിമ്മ് മാറ്റിയപ്പോൾ എല്ലാം പോയി. സത്യമായിട്ടേ പറഞ്ഞാക്കിടത്തില്ല. അതെല്ല റൂയിൻഡ് ബോട്ടിൽ ചെസ്റ്റ് ഇല്ലേ? ബൈ ദ ബൈ, ഇത് ലോക്കി ക്രാഫ്റ്റ് 5 ആണ്. ഇതിൽ നിങ്ങൾ കാണാത്ത പലതും ഇതിൽ തന്നെ കാണുന്നത്. അതാണ് ചെസ്റ്റ് ഇല്ലാത്ത റൂയിൻഡ് ബോട്ടിലാ. ചെസ്റ്റ് ഇല്ലടാ അതിൻ്റെ അകത്ത്. ചെസ്റ്റ് ഇല്ലെന്നല്ല, അതിൻ്റെ അകത്ത് ചെറിയൊരു ഇരുട്ടുണ്ടല്ലേ. ഞാൻ വെച്ച് രാത്രിയിൽ നിന്ന് രാവിലെ ആവായിരുന്നു. സൂര്യ രാവിലെ ആകുമ്പോൾ വിളിച്ചാൽ വരും. ആയില്ല, വെളുപ്പിനാണ് ഇപ്പോൾ. വെളുപ്പിനല്ല, ഒരു രാവിലെയാണ്, ഉച്ചയായില്ല. സമയം നോക്കി മേളി നോക്കിയറിയാം. എടാ, ഞാൻ മേളിൽ നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് പംകിന് ഉണ്ട്. അതിൻ്റെ അടുത്ത് പറ്റില്ല. അപ്പോൾ എന്തായാലും ഇവിടെ തൊട്ടടുത്ത് തന്നെ വില്ലേജ് ഉണ്ട്. ഓക്കെ, പംകിൻ കണ്ടെത്തി. ഇനി എൻ്റെ വില്ലേജ് ഞാൻ കേട്ടിട്ടുള്ളത് വെച്ച് പംകിൻ്റെ അടുത്ത് നോക്കിയ വില്ലേജ് കാണുമെന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ടിരിക്കണ വില്ലേജ് അതാണ് എനിക്ക് വേണ്ടത് ഗൈസ്. അതിനിട്ടാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇവിടെ നേരെ സ്ഥലം കാലിയാക്കണം. ഇവിടെ നേരെ ആ വില്ലേജിലോട്ട് തന്നെ പോകണം. ഓക്കെ, ഫൈനലി യെസ്, നമ്മളെത്തി. ഓക്കെ, നമ്മളെത്തിയിട്ടുണ്ട്. എടാ ഓസ്ട്രിച്ചിനെ പിടിച്ചോണ്ട് ട്രേഡർ നമ്മുടെ ഇവിടെയൊക്കെ ഇതിൽ അവിടെ മൈൻക്രാഫ്റ്റിൽ ഓസ്ട്രിച്ചല്ലല്ലോ എന്തിനെ പിടിച്ചോണ്ടായിരുന്നു പറഞ്ഞാൽ അയ്യോ അടിച്ച് ഞാൻ വെച്ച് കങ്കാരുവിനെ പോലെ ചവിട്ടു. സ്പീഡൊന്നുമില്ല. നമ്മുടെ അവിടെ പക്ഷേ മൈൻക്രാഫ്റ്റിൽ ട്രേഡർ എന്തിനു പിടിച്ചോണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ലാമയെ പിടിച്ചോണ്ട് ട്രേഡർ പറ്റിയില്ലേ? അതുകൊണ്ട് ഇവിടെ നിൽപ്പുണ്ട് ട്രേഡർ. ഇതെന്താ ട്രേഡറിൻ്റെ സമ്മേളനം? ഇവിടെ മൊത്തം ട്രേഡറാണ്. ഇത് വേണ്ട, മറ്റേ ഓർബിറ്റ. എടാ ആന, രണ്ടാന. ആഫ്രിക്കൻ എലിഫന്റ് നല്ല പേരുണ്ട്. ഈടാ നല്ല പാട്ടല്ലേ? ഇതിൽ കൂടെ നടക്കുമ്പോൾ പാട്ട് കേൾക്കും. പരുവേ ഞാൻ ഇപ്പം ചെറിയൊരു കോളിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. പരുവേ ഗൈസ്, നമ്മൾ ഇങ്ങോട്ട് അതിൻ്റെ അകത്ത് ഇതില്ലടാ, ചെസ്റ്റ് ഇല്ലടാ. നമ്മുടെ ലാഹമുള്ള ഇതുപോലെ മീറ്റ്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് ദരിദ്രവാസി വില്ലേജ് ആണെന്ന്. അതുകൊണ്ട് ആനയുടെ നമുക്ക് അടി വാങ്ങാം. ആനയ്ക്ക് എത്ര ഡാമേജ് ഉണ്ടെന്നറിയേ. ഓരോ ആനേനെ നമ്മൾ കൊല്ലും, അല്ലെങ്കിൽ ഇണക്കും. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നും ചെസ്റ്റില്ലാത്ത വില്ലേജോ ലക്ഷറിയസ് വില്ലേജ് ഇവിടെ കണ്ടുകൊണ്ട് ലക്ഷറിയസ് ഹൈ റോബീഫ് നല്ലയിടത്തൊക്കെ. ഓക്കെ, ഇറങ്ങിക്കോ, ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. ബൈ ദ ബൈ ഗൈസ്, നമ്മളിപ്പോൾ കുറേ നേരമായി ബെഡുള്ള വീടും തപ്പി കിടക്കണ്. ഇത്തിപ്പൂരം ബെഡ് കിട്ടി. ഒരു ബെഡ് കിട്ടി. ഇനി ഇവിടെ നിന്ന് സെറ്റ് ചെയ്യണം. അതിനൊന്നും രാത്രിയാവാറായി. അതുകൊണ്ടാണ് സന്ധ്യയായി ഇപ്പം തന്നെ. നൈറ്റായി കണക്ക് പറഞ്ഞത്. അതുകൊണ്ട് ആഫ്രിക്കൻ എലിഫൻറ്റിൽ നമുക്ക് അടി വാങ്ങിച്ച് കൂട്ടാം. നിങ്ങൾ പേടിക്കാതെ ഒരു അടി വാങ്ങി നമുക്ക് ചാമാം. നിങ്ങൾ പേടിക്കല്ലേ. ഇങ്ങനെ വരുവേ ഇതൊന്ന് അടച്ചിട്ട് വേഗം കയറി കിടക്കാം. ആ ഗ്യാപ്പിൽ വില്ലേജർമാർ ഇങ്ങോട്ട് കയറും, അതറിയാലോ നിങ്ങൾക്ക്. അതുകൊണ്ട് ഇതിരിക്കട്ടെ. അത് തന്നെ അവിടെ വില്ലേജ് താണ്ടിരിക്കണ പോയി പൊട്ടായി. യവന്മാർ തന്നെ കയറി വരണത്. എനിക്ക് മര്യാദയ്ക്ക് വെടി കിടന്ന് ഉറങ്ങാൻ പറ്റൂല. ഇറങ്ങിപ്പോടാ.
ഇറങ്ങിപ്പടാ. ഒരു ഹായ് കൊടുത്തേക്കാം. ഹായ് ഹായ് ഹായ്. ഈ ജനലിവിടെ ഇല്ലായിരിക്കണം, അല്ല മൂക്കാവണ്ട അടിച്ച് ഞാൻ പൊട്ടിച്ചത്. ഓക്കെ, ഇനി ഇതെടുത്ത് മാറ്റാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മൾ എണീറ്റിരിക്കുന്നു. ഇവിടെ നിന്ന് എണീറ്റിട്ട് ഇനി നേരെ ഇങ്ങോട്ട് ആഫ്രിക്കൻ എലിഫൻറ്റിൻ്റെ അടി വാങ്ങാം. നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ ആഫ്രിക്കൻ എലിഫൻ്റ് ആണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. എൻ്റെ പൊക്കം കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ, ജാക്കി തുമ്മിയാണ്, സോറി. അപ്പം നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഇത് പറ്റി എവനെ കാര്യമാക്കണ്ട, ഇവനെ നോക്കാം. ഹലോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം, തമ്മിലിടാം. എന്തായാലും നമുക്ക് അടിക്കാം. ഓക്കെ, അടിച്ചടിച്ച് ഡാമേജ് അയ്യ ഇത്രേ ഉള്ളൂ. ഞാൻ വെച്ചാൽ അയൻകുളത്തെ കാട്ടി ഒറ്റടിയിൽ തന്നെ ഹെഡ് ഔട്ട് ആവുന്നത്. ഒരാളുടെ തുമ്പിക്കൈ വെച്ച് ഒരു എയർ കിട്ടിയാൽ മതി, മനുഷ്യൻ ചാവും. എന്നിട്ട് തള്ളിങ്ങനെ എന്ന് പറഞ്ഞാണ് തള്ളാ. അയണിക്കൊന്നും ചെയ്യുന്നില്ലടാ, അയണിക്കൊന്നും ചെയ്യുന്നില്ല. ഓസ്ട്രിച്ച് രക്ഷിക്കായിരിക്കും കേട്ടാ, രക്ഷിക്കൂല. ഇവറ്റകളെല്ലാം മൃഗമല്ലേ, അതുകൊണ്ട് മൃഗങ്ങൾ. സമാധാനമായേ, എനിക്ക് സമാധാനമായി. എന്നാലും എന്തുവാണോ എടാ, എന്നാലും ഞാൻ അതിന് വൻ രീതിയിൽ അപമാനിച്ച് കൊണ്ടുവരായിരുന്നു. അതിനിടയ്ക്ക് എന്നെ കോത് ഞാൻ എന്ത് കുടലിട്ട് വേടാ നീയൊക്കെ വേടാ. ആദ്യം ഫുഡ് എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് എലിഫൻറ്റ്. ഓക്കെ, അങ്ങനെ അത് തൂക്കി വന്ന് ഓക്കെ കയറ്റി. ഇനി നമുക്ക് ഇങ്ങോട്ട് ഇനി നമുക്ക് ബ്രെഡ് ഉണ്ടാക്കണം. ബ്രെഡ് ഉണ്ടാക്കി ഫുള്ള് ഡെലീഷ്യസ് ആക്കണം. ക്രാഫ്റ്റ് ടേബിള്. ഓക്കെ, ഇനി വെച്ചിട്ട് ഇല്ലാത്ത എന്താ കൊഞ്ചാ, ബ്രെഡഡ് കൊഞ്ച് ഗൈസ്, പുതിയ റെസിപ്പി. ബ്രെഡഡ് ആണോ ബ്രീഡഡ് ആണോ? ബ്രീഡഡാ കൊഞ്ചാ. ഓക്കെ, നമുക്ക് വേഗം ഇവിടെ നിന്ന് മുങ്ങല്ല. നമുക്ക് ഫസ്റ്റ് നമുക്ക് റെഡി ആവണ്ടേ, നമ്മൾ ഒന്നും ആയില്ല, നമുക്ക് ഇച്ചിരി ഫുഡ് മാത്രമേ ആയുള്ളൂ. പിക്കാക്സ് എടുത്ത് മറ്റേ മണ്ണ് ഒഴിക്കാൻ ഇറങ്ങാം, മണ്ണല്ല കല്ല് ഉറക്കാൻ ഇറങ്ങാം. ഓക്കെ ഗൈസ്, സെറ്റ്. ഇനി നമുക്ക് ഇതിൽ കൂടെ പിക്കാക്സ് ഉണ്ടാക്കി നമുക്ക് കല്ല് പറക്കാൻ ഇറങ്ങാം. ഇങ്ങോട്ട് വാടാ എലിഫൻറ്റ് കുട്ടപ്പ. ഇത് വെച്ച് ഇവനെ ഒരു പോയിസ്ഡ് പൊട്ടറ്റോ കിട്ടി, അടിച്ച് ഇത് വെച്ച് ഇവനെ കൊല്ലണം. നമുക്ക് ഇത് വെച്ച് ഇവനെ അങ്ങ് തീർക്കാം. നമുക്ക് ഒറ്റ വെട്ടേനോ കുറേ ദൂരം ഓടുമ്പോൾ മറ്റേ ലാമയല്ല എന്തോ നമ്മൾ ഇടാ വിട്ടില്ല. ഞാൻ വെച്ച് കുറേ ദൂരം ഓടുമ്പോൾ എന്തോ ഒരു സാധനം നമ്മളെ വിടും, അതായത് കൈ മാറും, നമ്മൾ അങ്ങ് മാറ്റി വെക്കും. എന്തോ ഒരു സാധനം ഉണ്ടല്ല, അയങ്കോളം ഏകദേശം അങ്ങനെയാണ്. നമ്മൾ അടിച്ചിട്ട് ഓടി കുറേ കഴിഞ്ഞിട്ടും അത് നമ്മുടെ പിന്നാലെ വന്നില്ലെങ്കിൽ ഓട്ട്. ഇത് റീച്ച് ആവുന്നില്ല. എടാ ചാവല്ലേ. എടാ 45 മിനിറ്റ് അവൻ്റെ പിറകെ നടന്നിട്ട് ഒടുവിൽ അവൻ എന്നെ നീങ്ങി. അയങ്കോളമൊക്കെ കണക്ക് അങ്ങ് മാറി തന്നെ. ആനയെ പോയി ചൊറഞ്ഞാൽ പിന്നെ നമുക്ക് ഓസ്ട്രിച്ച് അത്ര തന്നെ. വാടാ അടിയാൻ വേടേ, നിനക്ക് നിനക്കെന്നെ അടിക്കണോടാ, അടിയടാ, നിനക്ക് എന്താ മുട്ട ഇറക്കണ അടിയടാ. അയ്യോ, 2 നിന്ന് കൊണ്ട് വിട്ടു. ഇനി കുറച്ച് നേരം ഇവനെ പിടിച്ചിട്ടുണ്ടിയാം. ഇനി എന്നാ ഞാൻ ഉറപ്പാണ്. കൂടാതെ രാത്രിയാവുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് നേരെ ബെഡിൽ പോയി ചാച്ചുറങ്ങാം. എവിടെ ചാച്ചുറങ്ങാനുള്ള ബെഡ് എവിടെ? എടാ ബെഡ് എവിടെടാ തേഞ്ഞി, ബെഡ് എവിടെ? അപ്പോൾ നമുക്ക് എന്തായാലും വീട് നാളെ കണ്ടുപിടിക്കാം ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, ഓക്കെ, നമ്മുടെ എന്ത് വീഡിയോ ലൈക്ക് ഷെയർ ചെയ്തിരിക്കും. ഓക്കെ, ബൈ.